ഹലോ ഫ്രണ്ട്സ്, എക്സൽ ഹെൽപ്പ് മീറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സെർച്ചബിൾ ആയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ടെക്നിക്കാണ്. അതായത് സെർച്ച് ചെയ്യുന്ന ഡേറ്റയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡേറ്റ മാത്രം ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. എക്സലിൽ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കും ട്രാക്കർ ക്രിയേറ്റ് ചെയ്യുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡിഫറൻറ്റ് കൺട്രികളുടെ പോപ്പുലേഷനും അതിൻ്റെ പെർസെൻറ്റേജുമാണ്. അതിൽ തന്നെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൺട്രി എന്ന ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം ഹെഡിങ്ങിന് താഴെയുള്ള ഈ ഒരു സെല്ലിലാണ് ഫിൽറ്ററിങ്ങിനുള്ള ഫോമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈസ് ഈക്വൽ ടു കൊടുത്ത് ഇഫ് ഫോമുല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം കൺട്രി നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെല്ല് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഈസ് ഈക്വൽ ടു കൊടുത്തതിന് ശേഷം 2 ഡബിൾ കോട്ട്സ് കൊടുക്കുക. അതിനുശേഷം ഒരു കോമ കൊടുത്തതിന് ശേഷം വീണ്ടും 2 ഡബിൾ കോട്ട്സ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു കോമ കൊടുക്കുക. തുടർന്ന് ഫിൽറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് ആ ഒരു ഫിൽറ്റർ ഫോമുല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോമുലയിൽ അറയായിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഫിൽറ്റർ ചെയ്യേണ്ട ഡേറ്റയാണ്. അതായത് നമുക്കിവിടെ ആവശ്യം കൺട്രിയുടെ നെയിമാണ് ഫിൽറ്റർ ചെയ്ത് കിട്ടേണ്ടത്. അതിനായിട്ട് കൺട്രിയുടെ നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന എൻ്റയർ കോളം നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ഒരു കോമ കൊടുക്കാം. കോമയ്ക്ക് ശേഷം മറ്റൊരു കണ്ടീഷൻ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് IS നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഫോമുല സെലക്ട് ചെയ്തെടുക്കുക. ഇവിടെ ഫസ്റ്റ് പാരാമീറ്റർ വരുന്നത് വാല്യൂ ആണ്. വാല്യൂ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് സെർച്ച് എന്ന് പറയുന്ന ഒരു ഫോമുലയാണ്. അതിനായിട്ട് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കൺട്രി നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു സെല്ല്, ഇൻപുട്ട് സെല്ല് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കോമ എടുക്കുക. അടുത്തതായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് സെർച്ച് ചെയ്യേണ്ട എൻ്റയർ കോളമാണ്. അതിനായിട്ട് കൺട്രി നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന എൻ്റയർ കോളം നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം കമ്പൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ഫോമുലയും നമുക്ക് ബ്രാക്കറ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫിൽറ്ററിങ്ങിനുള്ള ഫോമുല നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്കൊരു കൺട്രി നെയിം ഒരു ഇൻപുട്ട് കൊടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഫിൽറ്ററിംഗ് ഫോമുല വർക്ക് ചെയ്തിരിക്കുന്നു. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ ഒരു കൺട്രിയുടെ ബാക്കി പോപ്പുലേഷനും അതിൻ്റെ പെർസെൻറ്റേജ് റേറ്റുമാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ 2 കോളത്തിലായിട്ടാണ് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് ഡേറ്റ കിട്ടേണ്ടത്. അതിനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ട്രഡീഷണലി ഉള്ള vlookup ഫോമുല നമുക്ക് യൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ആദ്യം എറർ ഫോമുല സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം vlookup നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലുക്കപ്പ് വാല്യൂ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് കൺട്രി നെയിമാണ്. സെലക്ട് ചെയ്ത് കൊടുത്ത് നമുക്കൊരു കോമോ എടുക്കാം. അതിനുശേഷം റോയാണ്. നമുക്ക് എൻ്റയർ റോ നമുക്കൊന്ന് സെലക്ട് ചെയ്തെടുത്ത് കോമോ എടുക്കുക. അടുത്തതായിട്ട് ഇൻഡെക്സ് നമ്പറാണ്. നമുക്കറിയാം പോപ്പുലേഷൻ്റെ ഇൻഡെക്സ് നമ്പർ 2 ആണ്. അതുകൊണ്ട് 2 ടൈപ്പ് ചെയ്ത് ഒരു കോമ കൊടുക്കുക. എക്സാക്റ്റ് വാല്യൂവിനായിട്ട് ഫോൾസ് കൊടുത്തതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഒരു കോമ കൊടുത്ത് 2 ഡബിൾ കോട്ട്സ് കൊടുത്തതിന് ശേഷം വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഫോമുല ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പോപ്പുലേഷൻ കിട്ടാനുള്ള ആ ഒരു ഫോമുല നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ പെർസെൻറ്റേജ് എടുക്കാനും ഈ ഒരു സെയിം ഫോമുല തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഫോമുല കോപ്പി ചെയ്തതിന് ശേഷം ആ ഒരു സെല്ലിൽ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇൻഡെക്സ് നമ്പർ 2 മാറ്റി 3 ആക്കി കൊടുക്കുക. കാരണം പോപ്പുലേഷൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഇൻഡെക്സ് നമ്പർ വരുന്നത് 3 ആണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോമുല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആ ഒരു വാല്യൂ 2 കിട്ടിക്കഴിഞ്ഞു. അടുത്തായിട്ട് മറ്റൊരു കൺട്രി നെയിം കൊടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു സെർച്ചിങ്ങിൻ്റെ ആ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് എങ്ങനെ ഇവിടെ കൊണ്ടുവരാമെന്നാണ്. അതിനായിട്ട് ആ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഡേറ്റ ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ ഡേറ്റ വാലിഡേഷൻ സെലക്ട് ചെയ്ത് ഡേറ്റ വാലിഡേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കമാൻഡ് ബോക്സ് വരുന്നതായിരിക്കും. അതിൽ നമ്മൾ ഈ ഒരു എനി ഡേറ്റ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് സോഴ്സ് ഫീൽഡായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഫിൽറ്റർ ഫോമുല അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഈ ഒരു സോഴ്സ് ഡേറ്റയുടെ സെൽ അഡ്രസ്സിന് മുമ്പിലായിട്ട് ഒരു ഹാഷ് സിമ്പിളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എറർ അലേർട്ട് ഈ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആക്കി കൊടുക്കുക. അതായത് ആ ഒരു ടിക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നോക്കാം, നമുക്കിവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിനി നമുക്കിവിടെ ഒരു ഡേറ്റ കൊടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കുക, ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ യുണൈറ്റഡ് മാത്രമാണ് സെർച്ച് ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും അത് തന്നെയാണ് ഷോ ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ vlookup വെച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഡേറ്റ കൊടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് റഷ്യയായിട്ട് വേറെ കാറ്റഗറിയൊന്നും ഇല്ല. അതുകൊണ്ട് റഷ്യ മാത്രമാണ് ഡ്രോപ്പ് ഡൗൺ കാണിച്ചിരിക്കുന്നത്. അടുത്ത് മറ്റൊരു ഡേറ്റ നമുക്ക് കൊടുത്ത് നോക്കാം. ഈ ഒരു ഡേറ്റ ഫീൽഡിൽ 2 കൺട്രി നെയിമാണ് ഇവിടെ ഡ്രോപ്പ് ഡൗൺ കിട്ടിയിരിക്കുന്നത്, ഇന്ത്യയും ഇന്തോനേഷ്യയും.
നോക്കുക, നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ എടുക്കാവുന്നതാണ്. ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലിസ്റ്റ് ഒരു വലിയൊരു ഹ്യൂജ് ഡേറ്റ ആണെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ അത്രയും തന്നെ ഒരു ഹ്യൂജ് ലിസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു ഡേറ്റ സെലക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. അത്തരം സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സെർച്ചബിൾ ആയിട്ടുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ കൊടുക്കുന്ന ഇൻപുട്ട് ഡേറ്റയ്ക്ക് അനുസരിച്ച് മാത്രം നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഹ്യൂജ് ഡേറ്റ ഉപയോഗിച്ചിട്ടുള്ള ട്രാക്കറുകൾ, അതുപോലെ തന്നെയുള്ള ഡാഷ്ബോർഡ് എന്നിവയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു മെത്തേഡ്, ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ.